യേശു എൻ കൂടെയുള്ളതാൽ എന്തോരാനന്ദമേ, എന്തോരാനന്ദമേ നാഥ, ജീവിതം സൗഭാഗ്യമേ. പാടിടൂ ഞാൻ ഘോഷിക്കൂ നിൻ നാമം എത്ര ഉന്നത. പാടിടൂ ഞാൻ ഘോഷിക്കൂ നിൻ സ്നേഹം എത്ര മാധുര്യ. പാടിടൂ ഓ ഞാൻ ഘോഷിക്കൂ ഓ റിവരശധരേ വൈഡനാഥരേ. ഹല്ലേലൂ പാടിടൂ ഞാൻ ഘോഷിക്കൂ. ആ സ്നേഹം എത്ര മാധുര്യമായ സ്നേഹം. ഓ റിവരശധരാധരേ പാടിടൂ ഞാൻ ഘോഷിക്കൂ. ചേർന്ന് പാടാമോ? എത്ര ഉന്നതമായ സ്നേഹമാണിത്, എത്ര മാധുര്യമായ സ്നേഹമാണിത്. ഹല്ലേലൂയ. രുചിച്ച് നോക്കുക കർത്തൻ കൃപകളെ. ഓ മാധുര്യമായൊരു യേശു ക്രിസ്തു. ഹല്ലേലൂയ. പാടിടൂ ഞാൻ ഘോഷിക്കൂ നിൻ സ്നേഹം എത്ര മാധുര്യം. പാടിടും ശമരഥരാധന വൈഡമാനവ. ഹല്ലേലൂയ. എത്ര മാധുര്യമായൊരു സ്നേഹമാണിത്. ഓ പാടിടൂ ഞാൻ ഘോഷിക്കും നിൻ സ്നേഹം എത്ര ഉന്നത. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതാള വറ്റ നിന്റെ കൃപയാ. ചേർന്ന് പാടാമോ? ആമേൻ. തെറ്റുകുറ്റങ്ങളെന്നിൽ വന്നതാള വറ്റ നിന്റെ കൃപയാ. മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റു സ്നേഹിപ്പവനേ. ഓ മുറ്റും ക്ഷമിക്കണമേ അടിയനെ ഉറ്റു സ്നേഹിപ്പവ. ഇന്നു പകൽ മുഴുവൻ ഹല്ലേലൂയ, ഇന്നു പകൽ മുഴുവൻ കാരുണയോടെന്നെ സൂക്ഷിച്ചവനേ. ഇന്നു പകൽ മുഴുവൻ കാരുണയോടെന്നെ സൂക്ഷിച്ചവനേ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഹല്ലേലൂയ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഓ നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഹല്ലേലൂയ. നന്ദിയോടെ തിരുനാമത്തിനു സദാ വന്ദനം ചെയ്തിടുന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. ഹല്ലേലൂയ. ഒന്ന് പറയാൻ കഴിയുമോ? ഇന്ന് പകൽ മുഴുവൻ എന്നെ കരുണയോടെ സൂക്ഷിച്ച ഒരു നല്ല ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ മാത്രമല്ല, ഹല്ലേലൂയ, കഴിഞ്ഞ ദിവസങ്ങൾ, കഴിഞ്ഞ മാസങ്ങൾ, കഴിഞ്ഞ ആഴ്ചകൾ, കഴിഞ്ഞ വർഷങ്ങൾ എന്നെ കരുണയോടെ സൂക്ഷിച്ച ഒരു നല്ലൊരു ദൈവം. ഹല്ലേലൂയ. തെറ്റുകുറ്റങ്ങൾ എന്നിൽ കണ്ടിട്ടും ഹല്ലേലൂയ അതൊന്നും കണക്കാക്കാതെ ഹല്ലേലൂയ എന്നെ സ്നേഹിച്ചൊരു നല്ലൊരു കർത്താവ്. ഹല്ലേലൂയ. ഓ റിബന ശന്തരാധന വൈഡമാനവ. ആ കർത്താവിനെ നമുക്ക് ഒന്നുകൂടി ചേർന്ന് പാടി ആരാധിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഹല്ലേലൂയ. ദൈവം ഹല്ലേലൂയ
പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഹല്ലേലൂയ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ അതിനോടൊന്നും ഹല്ലേലൂയ കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും ഹല്ലേലൂയ കഴിയുന്നതല്ല. ഹല്ലേലൂയ മനുഷ്യർ തന്നെ ഹല്ലേലൂയ ഭയപ്പെടേണ്ടതിന് ദൈവം അത് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെയും ഹല്ലേലൂയ അത് ശാശ്വതമെന്ന് ഹല്ലേലൂയ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ സാക്ഷ്യം പറയാൻ കഴിയുമോ? ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്കെതിരായി പ്രവർത്തിക്കുന്ന ആരൊക്കെ ഹല്ലേലൂയ എന്തൊക്കെ പ്രവർത്തിക്കാൻ നോക്കിയാലും ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗങ്ങളാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭാരങ്ങളാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ വരുന്ന മരണത്തിന്റെ അവസ്ഥകളാണെങ്കിലും ഹല്ലേലൂയ അതിനെയൊക്കെ ഹല്ലേലൂയ ജയിച്ചൊരു കർത്താവ് എനിക്ക് മുകളിലുണ്ട്. ഹല്ലേലൂയ ആ കർത്താവിനെ നമുക്ക് ചേർന്ന് കരങ്ങളെയെല്ലാം ചട്ടി പാടി ആരാധിക്കാം. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഓ യേശുവേ ഹല്ലേലൂയ കരങ്ങളെയെല്ലാം ചട്ടി. ഓ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ ദിനം കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. പാതാളമേ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? എവിടെ? കുഞ്ഞാട്ടിൻ ദിനം കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു. ജയത്തിൻ ഘോഷം, ഓ ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നും. ഭീകരമാ ചെങ്കടലും, ഓ ഭീകരമാ ചെങ്കടലും മിസ്രൈമിൻ സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടുത്തിടും. ഭീകരമാം ചെങ്കടലും ഭീകരമാം ചെങ്കടലും മിസ്രൈമിൻ സൈന്യനിരയും ഭീഷണിയായി മുൻപും പിൻപും ഭീതിപ്പെടും. അതിന്റെ നടുവിൽ ഞാൻ പാടൂ ഓ ജയത്തിൻ ഘോഷ ഉല്ലാസഘോഷ, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അവർക്കെന്നുമേ. ആമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേൻ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ നടന്നുകൊണ്ട്. ഹല്ലേലൂയ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്മേൽ കവിയുകില്ല. അഗ്നി അതിൽ നാലാമൻ താൻ ആഴിമേൽ. ഓ ജയത്തിൻ ഘോഷം, ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഓ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക്. കൂട്ടിനു വരും തൻ കോലും വടിയോ കൂടെന്നും ആശ്വാസമായി. ആമേൻ കൂരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായ അവൻ നിനക്ക്. കൂട്ടിനു വരും തൻ കോലും വടിയും. ഓ യേശുവേ ആമേൻ ജയത്തിൻ ഘോഷ ഉല്ലാസഘോഷ, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ആമേ മഹത്വരാജനായി സേനയിൻ വീരനായി അഭയം താൻ അവർക്കെന്നു. പാതാളമേ പാതാളമേ മരണമേ നിന്നുടെ ജയമെവിടെ? എവിടെ? കുഞ്ഞാട്ടിൻ ദിന കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയി. ആമേ പാതാളമേ മരണമേ നിന്നുടെ. ഇന്ന് പകൽക്കാലം അതൊന്ന് ചോദിക്കാമോ? ഓ കുഞ്ഞാട്ടിൻ ദിന കൂട്ടതൻ ഭക്തർക്ക് സംഹാരകൻ
കടന്നു പോ. ആമേൻ. ജയത്തിൻ ഘോഷ ഉല്ലാസഘോഷ ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീത. മഹത്വരാജനായി സേനയിൻ വീരനാൽ അഭയം താൻ അവർക്കെന്നുമേ. ആമേ. മഹത്വരാജനായി സേനയിൻ വീരനാൽ അഭയം താൻ അവർക്കെന്നുമേ. ഓ വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. ഓ വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ. ഓ വാനസേനയുമായി വരും പ്രിയൻ വാനം ചേർന്ന് പാടാമോ. ഓ ആമേൻ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ആമേ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. കൊടും കാറ്റലറി വന്നു കടലിളകിയിടുന്നു. കടലകളിൽ എന്നെ കൈവിടാത്തവൻ കരം തന്നു കാത്തു സൂക്ഷിച്ചാരുമയായി തന്റെ വരവിൻ പ്രത്യാശയോടെ നടത്തിയിടുമേ. കൊടും കാറ്റലറി വന്നു കടലിളകിയിടുന്നു. കടലകളിൽ എന്നെ കൈവിടാത്തവൻ കരം തന്നു കാത്തു സൂക്ഷിച്ചാരുമയായി തന്റെ വരവിൻ പ്രത്യാശയോടെ. ഓ വാനസേനയും വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. ആമേ. വാനസേനയും കൂടാരശേരം തേരെ വൈടാനാവശ്യേരം തരേ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും. കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി ചേടുകില്ല. അവർ തന്റെ ജനം താൻ അവരോട് കൂടെ വസിക്കും. കണ്ണീരെല്ലാം തുടച്ചിടും നാൾ. മൃത്യുവും ദുഃഖവും മുറവിളിയും നിന്ന കഷ്ടതയും ഇനി ചേടുകില്ല. വാനസേനയും ആയി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. ഓ വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ പ്രത്യാശയോടെ. ആമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വിശ്വാസത്തോടെ. ആമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക ഉടരാവശ്യേരം തേരെ വൈടാനശേരം തരേ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരെ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പറച്ചിലേക്ക് ഉയർന്നാൾ വരുമല്ലോ. ആ പ്രത്യാശയോടെ ഉടരാവശ്യേരം തേരെ വൈടാനശേരം തരേ. റീവശേരം തരേ റീമാനശേരം തേ. ആമേൻ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പറച്ചിലേക്ക് ഉയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാർ ഉയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തന്റെ മുഖം കാണാൻ. ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി നാം പറച്ചിലേക്ക് ഉയരും നാൾ വരുമല്ലോ. വിശുദ്ധന്മാർ ഉയർക്കും പറന്നുയരും വേഗം വന്നിടും കാന്തന്റെ. അതുകൊണ്ട് വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. ആമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. ആമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഓ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരി സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ആമേ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ
സമീപമായി ഒരുങ്ങുക സഹജ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ. ഓ വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടൊന്ന് പറയാൻ കഴിയുമോ? വരവേറ്റം സമീപമായി. ഹല്ലേലൂയ. ഒരുമിച്ച് ഒരുങ്ങിക്കൊണ്ട് ഹല്ലേലൂയ ആ സ്വർഗീയ മണവാളനെ ഹല്ലേലൂയ എതിരേൽക്കുവാൻ സമയമായി. ഹല്ലേലൂയ. ഇനിയും അധിക കാലമില്ല. എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, ഏറ്റവും അടുത്തിരിക്കുന്നു, ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ പറയാമോ? വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. വാനസേനയും ആയി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ. ആ ഒരുക്കത്തോടായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ പ്രത്യാശയോടായിരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ എന്റെ മണവാളൻ വരുവാൻ സമയമായി, എന്റെ മണവാളൻ വരുവാൻ സമയമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ ഒരുങ്ങിയിരിക്കുന്നെന്ന് ഹല്ലേലൂയ ഉറപ്പുണ്ടെങ്കിൽ എന്ന് പറയാൻ കഴിയുമോ? വാനസേനയുമായി വരും പ്രിയൻ വാനമേകെ വരുമല്ലോ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളൻ എതിരേൽപ്പാൻ. വരവേറ്റം സമീപമായി ഒരുങ്ങുക സഹചരെ സ്വർഗീയ മണാളനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. ആ സന്തോഷത്തോടെ കരങ്ങളെ എല്ലാം ചട്ടി കർത്താവിന് സ്തുതി കൊടുക്കാം. സന്തോഷത്തോടെ കരങ്ങളെ എല്ലാം ചട്ടി ആ കരങ്ങളെ എല്ലാം ഉയർത്തി. ഓ മാറാനാഥേ എന്റെ കർത്താവ് വേഗം വരാറായി. ഹല്ലേലൂയ. ഉടരവന ശബ്ദരാധന വൈഡവാനവ. Hallelujah. Thank you Jesus. Thank you Jesus. Thank you Jesus. Hallelujah. Thank you Jesus. Thank you Jesus. Hallelujah. ഈ ഹറ്റിലെ ദുരിതങ്ങളെല്ലാം തീരാറായി. ഞാൻ പറന്നു പോകുന്ന സമയം ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മണവാളൻ വരുവാൻ എന്റെ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. Thank you അപ്പാ. Thank you അപ്പാ. ഹല്ലേലൂയ. അല്പനിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല സ്വർഗ്ഗീയ പിതാവേ, നൽകി തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. പാട്ടുകാരൻ പറയുന്നത് പോലെ വരവേറ്റം അടിച്ചിരിക്കുന്നു, വരവേറ്റം അടിച്ചിരിക്കുന്നു. ഈ ദിവസങ്ങൾ ഞങ്ങൾ അടയാളങ്ങളെ കാണുന്നു പിതാവേ. ലോകാവസാനത്തിന്റെ അടയാളങ്ങളെ ഞങ്ങൾ കാണുന്നു പിതാവേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുങ്ങുന്നു പിതാവേ, ഞങ്ങളെ തന്നെ ഒരുക്കുന്നു പിതാവേ. അപ്പന്റെ കാര്യങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പ. നൽകി തന്ന ഗാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു, നൽകി തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന അപ്പ ആത്മീയ ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ. അപ്പ തുടർന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തെ അപ്പന്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദൂതുകളെ ചൊരണമേ അപ്പ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള വചനത്തെ ചൊരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾക്ക് നൽകി തന്ന ഈ ഗാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പ. അപ്പനെ ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു, അപ്പനെ ഞങ്ങൾ വീണ്ടും ആരാധിക്കുന്നു. ഞങ്ങളെ തന്നെ അപ്പന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. അപ്പന്റെ വരവേറ്റം അടുത്തിരിക്കുന്നുള്ളൂ, ഞങ്ങളെ തന്നെ ഒരുക്കുന്നു പിതാവേ. അപ്പന്റെ കരങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സർവമാനമോത്തപ്പന് യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. മാറാനാഥ നമ്മുടെ കർത്താവ് വേഗം വരാറായി. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നാമത്തിന് മഹത്വം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 2023 ഈ പ്രയർ ഗ്രൂപ്പില് മെസ്സേജ് പറഞ്ഞത്. പിന്നെ അതിനുശേഷം ഇപ്പോഴാ ദൈവത്തിന്റെ സമയം, ഇപ്പോഴാ. അമ്മേൻ. ഹല്ലേലൂയ. ഒത്തിരി ഒത്തിരി താങ്ക്സ്. ആന്റി, ഫാമിലി, കുടുംബം എല്ലാം ഈ ഗ്രൂപ്പെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നതാണെന്നും എല്ലാം നിങ്ങൾക്ക് അറിയാം. ഹല്ലേലൂയ. ആന്റി എന്നോട് ഇന്നത്തെ ദിവസം മെസ്സേജ് പറയാമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ദൈവമേ എന്ത് മെസ്സേജ് പറയണമെന്ന് വെച്ചപ്പോ എന്റെ ചെവിയില് മുഴങ്ങിയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് പാട്ടിലും എല്ലാം ഉടനീളം അതിന്റെ ഒരു ടച്ച് പോലെ പോയിട്ടുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവർ ഈ ഒരു മെസ്സേജ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ ഒരു ഉദ്ഭവവും കൂടെ പറഞ്ഞിട്ട് ഓക്കെ ആന്റി, താങ്ക് യു. 40 minutes. താങ്ക് യു. അതിന്റെ ഒരു ഉത്ഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ ആ മെസ്സേജിലേക്ക് ഞാൻ കടക്കുവാണ്. ഞങ്ങള്
ഞാനവിടെ UK-യിലായിരുന്ന സമയത്ത് നാട്ടിലുള്ള 2 ചേച്ചിമാരുമായിട്ട് ചില ഒരു വിഷയങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ചെവിയിൽ ഞാൻ കേട്ട ഒരു ശബ്ദമാണ്. ആ കേട്ട ശബ്ദം ഇങ്ങനെയാണ്: ചെടികളെയും സസ്യങ്ങളെയും മൃഗങ്ങളെയും മനുഷ്യരെയും സൃഷ്ടിച്ചവ യഹോവയായ എനിക്ക് ഒരു വൃക്ഷം എപ്പോ അത് ഫലം പുറപ്പെടുവിക്കും, എപ്പോഴതിൽ ഫലം കാണില്ല എന്ന് സൃഷ്ടാവായ എനിക്ക് അറിയത്തില്ലയോ? പിന്നെ എന്തിനാണ് ഞാൻ അത്തിവൃക്ഷത്തെ ശപിച്ചത്? ആമേൻ. ഈ ഒരു ചോദ്യമാണ് എന്റെ ചെവിയിൽ മുഴങ്ങിയത്. ഞാൻ ആ ചേച്ചിമാരോടും പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞപ്പം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആ വിഷയത്തെ സംബന്ധിച്ചായിരുന്നു ദൈവം സംസാരിച്ചത്. പക്ഷെ ആ ചോദിച്ചൊരു ചോദ്യം, അപ്പൊ തന്നെ ഞാൻ എന്റെ UK-യിൽ അവിടെ ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്ററിനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താന്ന് ചോദിച്ചപ്പോ പാസ്റ്റർ എന്നോട് രൂപ സിസ്റ്റർ ദേവിയത് ഇങ്ങനെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ട്രിക്കി ആയിട്ടുള്ള ചോദ്യം ഞാനല്ല ചോദിച്ചത്, എന്നോട് പരിശുദ്ധാത്മാവാ ചോദിച്ചേ. അപ്പൊ പാസ്റ്റർ പറഞ്ഞപ്പോ കുഞ്ഞ് അങ്ങോട്ട് തന്നെ ചെന്ന് ചോദിച്ചോളൂ, അവിടെ നിന്ന് തന്നെ ഉത്തരം കിട്ടും, എനിക്ക് ഇങ്ങനെ ഉത്തരം പറയാൻ അറിയത്തില്ല എന്നാണ്. ഞാൻ പറയോ കർത്താവെ. അപ്പൊ ഞാനൊരു ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു. അപ്പയാണ് ചോദിച്ചത്. അപ്പൊ തന്നെ എനിക്ക് പഠിപ്പിച്ചു തന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ദൈവം പരിശുദ്ധാത്മാവ് എനിക്ക് പഠിപ്പിച്ചു തന്നത് ഒന്നുപോലും എന്താ പറയാ വിട്ടുപോവാതെ അത് അതുപോലെ എനിക്ക് നിങ്ങളിലേക്ക് കൈമാറുവാൻ പരിശുദ്ധാത്മ സഹായിക്കണം. ഒരു മിനിറ്റ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അവിടുന്ന് അടിയനോട് സംസാരിച്ച ആ ചോദ്യത്തിന് മറുപടിയായി അവിടുന്ന് തന്നെ പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങൾ അത് അതുപോലെ കൈമാറുവാൻ തക്കവണ്ണം അടിയനെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കണം. അടിയൻ ഉൾപ്പെടെ അങ്ങയുടെ അങ്ങയുടെ ജനത്തോട് അങ്ങ് തന്നെ സംസാരിച്ചോട്ടെ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തു. ഇത് ഒരുക്കത്തിന്റെ ഒരു മെസ്സേജും കൂടിയാണല്ലോ കർത്താവെ. പറഞ്ഞതുപോലെ ഞങ്ങൾ തന്നെ കർത്താവെ എണ്ണ എടുക്കാൻ മറന്നുപോയ കന്യകമാരെ പോലെ ആവാതെ എണ്ണ എടുത്തു നിൽക്കുന്ന കന്യകമാരെ തന്നെയായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ എല്ലാവരും ഒന്നുകൂടി താഴ്ത്തി സമർപ്പിക്കുന്ന രക്തത്താൽ മുദ്രയിടുന്നു പ്രാർത്ഥനയ്ക്ക് സ്തുതിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. അതിന് മാർക്കോസ് എഴുതിയ സുവിശേഷം ആരെങ്കിലും ഒരാൾ എനിക്കൊന്ന് വചനം വായിച്ച് ഹെൽപ്പ് ചെയ്തെന്നാൽ വളരെ ഉപകാരമായിരിക്കും. മാർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. പിറ്റേന്നാൾ അവൻ ബഥാന്യ വിട്ടു പോരുമ്പോൾ അവന് വിശന്നു. അവൻ നിലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുപോയെന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. മാർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ പറയുന്നുള്ളൂ അത് അത്തിയുടെ ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് സീസൺ ഫോർ ഫിഗ്സ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് സീസൺ. മത്തായിലൊന്നും അങ്ങനെ ഈ ഒരു വാക്ക് കോട്ട് ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് നോട്ട് ദ റൈറ്റ് സീസൺ ഫോർ ദ ഫിഗ്സ്. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ അത്തിയുടെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ അത്തിയുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം അത് അത്തി വൃക്ഷത്തിന്റെ ഫലം ഉള്ള കാലം അല്ലായിരുന്നു, അല്ലെ? ഫലം. അപ്പൊ ആന്റിക്ക് ഞാൻ 2 പിക്ചേഴ്സ് അയച്ചെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കുഴപ്പമില്ല, എന്നാ ഞാനത് ഷെയർ ചെയ്യാം. ആന്റി പെർമിഷൻ തന്നാൽ മതി, ഞാൻ ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങൾക്ക് കാണാമോ? എന്റെ സ്ക്രീനിൽ പടം കാണാമോ? കാണാം. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാല് ഇതാണ് കർത്താവ് കണ്ട അത്തി ഇല എന്ന്. ഇതേപോലെ ഇരിക്കും ആ അത്തി ഇല. കാരണം ഇതിലൊട്ടും ഫലമില്ല, ഇല മാത്രമേ ഉള്ളൂ. കാരണം അത് അത്തിയുടെ കാലമല്ല. അത്തിയുടെ കാലമല്ലാതിരിക്കുന്ന സമയത്ത് ഇസ്രായേലില് അവിടെയുള്ള അത്തിവൃക്ഷങ്ങള്, ഞാനപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ പഠിച്ചു. ദേവസന്നിധിയിൽ ഒരുപാട് ബുക്കുകൾ ഇരുന്ന് റെഫർ ചെയ്തു. കറക്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ പരിശുദ്ധാത്മാ തന്നു. അതിൽ നിന്നെല്ലാം എഴുതിയെടുത്ത കാര്യങ്ങളാണ്. ഇസ്രായേലില് അത്തിമരങ്ങള് ഓരോ വർഷവും 2 വിളവെടുപ്പുണ്ടാവും. അതിലെ ഫസ്റ്റ് വിളവെടുപ്പ് എന്ന് പറയുന്നതിനെ അവര് ബെബ്ര എന്ന് പറയും. അതായത് അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ വിളവെടുപ്പ് ഉണ്ടാകുന്നത്. പക്ഷെ മെയിൻ ഹാർവസ്റ്റ് ഉണ്ടാകുന്നത് ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബറിലാണ്. മെയിൻ ഹാർവസ്റ്റ്, നല്ല മധുരമുള്ള അത്തിപ്പഴങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ. ഈ അത്തിപ്പഴം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയായിരിക്കും അതിരിക്കുക. കണ്ടോ? അതില് ഫ്രൂട്ട് മാത്രമേ കാണത്തുള്ളൂ. കാണുന്നുണ്ടോ നിങ്ങൾ പടങ്ങളെല്ലാം? അതില് ഫ്രൂട്ട് മാത്രമേ കാണത്തുള്ളൂ, ഇല കാണത്തില്ല. നിറഞ്ഞ മരം മൊത്തവും അത്തിപ്പഴമായിരിക്കും കാണുന്നത്. ഹല്ലേലൂയ. അതിന്റെ തന്നെ വേറൊരു പഴവും ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. കണ്ടോ? നിറച്ചും അത്തിപ്പഴം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ദൈവം ചോദിച്ചൊരു ചോദ്യം, പരിശുദ്ധാത്മ ചോദിച്ചൊരു ചോദ്യം,
ആ കർത്താവിന് അറിയത്തില്ലേ, യഹൂദനായ കർത്താവിന് ഇസ്രായേലിലുള്ള അത്തി എപ്പോഴാണ് ഫലം കായ്ക്കുക എന്നുള്ളത് ദൈവത്തിന് വ്യക്തമായി അറിയാം. അപ്പം ഫലമില്ലാത്ത, അതായത് ഫ്രൂട്ട് ഇല്ലാത്ത സമയത്ത് അതിന്റെ സീസൺ, അതാണ് മാർക്കോസ് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് സീസൺ ഫോർ ദ ഫിഗ്. ആ റൈറ്റ് സീസൺ അല്ലാത്ത സമയത്ത് അതില് കാണുന്നത് ഇല മാത്രമേ കാണത്തുള്ളൂ. ഇല മാത്രമേ കാണത്തുള്ളൂ. അതിന്റെ അർത്ഥം അത് റൈറ്റ് സീസൺ അല്ല, അതിന്റെ ഫലം വരാനുള്ള റൈറ്റ് സീസൺ അല്ല. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞത്? അപ്പോ ഈ ഒരു ഫലം ദൈവത്തിന് അറിയാം. എന്നിട്ട് എന്തിന് അത്തിയെ നോക്കി ശപിച്ചു? അതാണ് എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ദൈവത്തിന് അറിയാം ഇത് അത്തിയുടെ കാലം അല്ല. അപ്പൊ എന്തിനാണ് ഇലയെ നോക്കി ശപിച്ചത്? അതിന്റെ ഒരുപാട് ആത്മീയ മർമ്മങ്ങൾ ഉണ്ട്. അത് അന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും ബൈബിൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ച് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിൽ വെച്ച് പഠിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഓരോ വചനങ്ങളും എഴുതിയിരിക്കുന്നത് അന്നത്തെ കാലയളവിൽ നിന്നുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വചനം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഓരോ സുവിശേഷകന്മാരിലൂടെ, അപ്പോസ്തലന്മാരിലൂടെ എഴുതിയ വചനം ഈ കാലത്ത് നിൽക്കുന്ന എന്നോട് എന്താണ് സംസാരിക്കുന്നത്, ഈ കാലത്ത് നിൽക്കുന്ന എന്നോട് അത് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോൾ ദൈവമേ ഇതിൽ നിന്ന് നീ എന്നോട് എന്താ, ഈ കാലത്ത് 2026 നൂറ്റാണ്ടിൽ നിൽക്കുന്ന എന്നോട് എന്താണ് അപ്പ അങ്ങേക്ക് ഇതിലൂടെ സംസാരിക്കാനുള്ളത്? ആമേൻ, ഹല്ലേലൂയ. അപ്പൊ അതിന്റെ ഡീപ്പിലേക്ക് പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് പറയുന്ന ഒരു വചനമുണ്ട്. ഇംഗ്ലീഷില് വായിച്ച സിസ്റ്റർ മലയാളത്തിൽ വായിക്കണം. 13ാമത്തെ വാക്യമാണ്. അതായത് മാർക്കോസ് വിശേഷം 11:13. Seeing a fig tree in leaf from far away. ദൂരത്ത് നിന്ന് അതിന്റെ മലയാളം ഒന്ന് വായിച്ചു തരാമോ? ഹല്ലേലൂയ. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അമേ, ഇലയുള്ള അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അമേ, ഹല്ലേലൂയ. അപ്പം ജീസസ് saw a fig tree full of leaves far away എന്നാ. ദൂരത്ത് നിന്ന് കാണുമ്പോ എന്താ അതിന്റെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്, നമ്മൾ ഇപ്പോഴത്തെ ഫിസിക്കൽ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോകണം. ഫിസിക്കൽ ആസ് വെൽ ആസ് സ്പിരിച്വൽ നമ്മൾ മനസ്സിലാക്കി പോകണം. ദൂരത്ത് നിന്ന് അത്തിയില കണ്ടപ്പോൾ അതില് ഇലയുണ്ട്, അല്ലെ? അത് ഹെൽത്തി ആണ്, അത് എലൈവ് ആണ്, അത് പ്രൊഡക്റ്റീവ് ആണ്, അത് ലുക്ക് ലൈക്ക് ഇറ്റ് ഷുഡ് ഹാവ് ഫ്രൂട്ട്സ്. പക്ഷേ he went to see if it had any figs on it. അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ സിസ്റ്ററെ. അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അതിൽ കണ്ടു കിട്ടുമോ എന്ന് വെച്ച് അതിനരികെ എത്തി. സോ ഹി കം ക്ലോസർ. ഫാർ അവയിൽ നിന്ന് നോക്കിയപ്പോൾ പ്രൊഡക്റ്റീവ്, ഇസ് എവറിത്തിങ് ഹെൽത്തി, ഇറ്റ് മേ ഹാവ് ഫ്രൂട്ട്സ്. പക്ഷെ അടുത്തെത്തിയപ്പോൾ വ്യക്തമായി പറയുന്നു, അതിൽ അത്തി കണ്ടില്ല, ഇല മാത്രമേ കണ്ടുള്ളൂ. എന്ന് വെച്ചാൽ ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത് ആത്മാവിന്റെ ഫലങ്ങളായ ഫ്രൂട്ട്സ് ആണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് കർത്താവ് നോക്കുന്നത് ഫ്രൂട്ട്സ്. Are you producing fruits of the Holy Spirit, or you still be like a barren fig tree? ഫലമില്ലാത്ത ഒരു അത്തിവൃക്ഷം പോലെയാണോ നീ ഇരിക്കുന്നത്, അതോ നീ ഫലം കായ്ക്കുന്ന വൃക്ഷമായി തന്നെയാണോ നിൽക്കുന്നത്? നമ്മൾ എപ്പോഴും ഓർത്തോണം, ക്രിസ്തീയ ജീവിതത്തില് ടെസ്റ്റ് ഉണ്ട്, ചെക്കിംഗ് ഉണ്ട്. ടെസ്റ്റ് മീൻസ് ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ശോധന നമ്മുടെ ജീവിതത്തിൽ കാണും. അതേപോലെ ചെക്കിംഗ് കാണും. ആർ യു ഫ്രൂട്ട്ഫുൾ ഓർ ഫ്രൂട്ട്ലെസ്? ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മനസ്സിലായിരിക്കണം, ദൈവം നമ്മളെ ചെക്ക് ചെയ്യും. അതുകൊണ്ടാ പറയുന്നത്, പിതാവ് വെട്ടി തീരിടാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? 1 വർഷവും കൂടെ, 1 ആണ്ടും കൂടി നോക്കാം, വെട്ടി നമുക്ക് എന്റെ വേണ്ടുന്നുള്ള ഫലമും എല്ലാം ഇട്ട് കൊടുക്കാം, വളമും എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടും ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടി എവിടെ ഇടും? തീയിലങ്ങ് ഇട്ട് കളയും. ഹല്ലേലൂയ. ഇത് പുതിയ നിയമത്തിലാണ് കർത്താവ് ശപിച്ചത്, അല്ലേ? കർത്താവ് ശപിച്ചത് പുതിയ നിയമത്തിലാണ്. അപ്പൊ കർത്താവിന് വിശന്നു, അതുകൊണ്ടാണ് അവൻ അത്തിപ്പഴം നോക്കിയത്. പക്ഷെ ഇതിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഫിഗ് ട്രീ സിംബലൈസ് ചെയ്യുന്ന ഇസ്രായേൽ ജനമാണ്. ഇസ്രായേൽ ജനത്തിനെയാണ് ദൈവം ശപിച്ചത്. അതായത് അവരിൽ എന്താ പറയാ, റിലീജിയസ് ഹിപ്പോക്രസി, അതിനെ പറയുന്ന മതപരമായ കാപട്യം.
മതപരമായ കാപട്യം അവരിലുണ്ട്. യഹൂദന്മാരിൽ, അവരിൽ പരീശന്മാര്, ശാസ്ത്രിമാര്, അവരിൽ ഭയങ്കര കാപട്യമാണ്. അവര് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു, വചനം വായിക്കുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് നേരെ ഇക്കാലത്തുള്ള നമ്മളെ ഒന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ പറയും, ചർച്ചിൽ പോകും, പ്രാർത്ഥിക്കും, പാട്ടുപാടും, സ്തോത്രം ചെയ്യും. പക്ഷെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഫ്രൂട്ട് നമ്മളിൽ നിന്ന് ഉണ്ടോ? അത് നമ്മൾ ഓരോരുത്തരുമാണ് ശോധന ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരുമാണ് ശോധന ചെയ്യേണ്ട. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇതില് ഈ വചനം വായിക്കുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, വൈ വുഡ് എന്തുകൊണ്ടാണ് യേശു ആ ശപിച്ചത്? എന്തുകൊണ്ടാണ്? എന്താ റീസൺ? എന്താ ശപിക്കാനുള്ള റീസൺ എന്താ? ശരിക്കും അതില് ഇല മാത്രം കണ്ടുകൊണ്ടാണോ യേശു ഡിസപ്പോയിന്റ് ആയത്? അല്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിനെ സിംബലൈസ് ചെയ്താണ് ഫിഗ് ട്രീ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് ഓരോ വിശ്വാസിയും, നിങ്ങൾ ഓരോന്നും ആ ഫിഗ് ട്രീ ആയിട്ട് ചിന്തിച്ചു നോക്കിയേ. കർത്താവ് ഇപ്പൊ നമ്മൾ ഇത്രയും വ്യക്തികളുണ്ട് ഈ മീറ്റിങ്ങിൽ, നമ്മൾ ഇത്രയും പേരെ കർത്താവ് ഒന്ന് സ്കാൻ ചെയ്താൽ എത്ര പേരുടെ കയ്യിൽ കാണും എക്സ്ട്രാ എണ്ണ എടുത്ത് നിൽക്കുന്നു? നേരത്തെ ആന്റി തുടങ്ങിയപ്പോഴേ പറഞ്ഞു, എണ്ണ എടുത്തവരുണ്ട്, ഉറങ്ങിയവരുണ്ട് എന്നോ കുറെ ആന്റി പറഞ്ഞു. അമ്മേ, എത്ര പേരെ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റും ഞാൻ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഒരുവൻ ഒന്നിൽ തെറ്റിയാൽ സകലത്തിലും തെറ്റിപ്പോയില്ലേ? യാക്കോബിന്റെ പുസ്തകം ഒന്ന് എടുത്തേ. യാക്കോബിന്റെ പുസ്തകം, ഹല്ലേലൂയ, അതിന്റെ 4 തോന്നുന്നു. അല്ല, യാക്കോബിന്റെ പുസ്തകം 2:10 ഒന്ന് വായിച്ചേ. യാക്കോബിന്റെ പുസ്തകം 2:10. ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. കണ്ടോ? നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആത്മാവിന്റെ ഫലം എന്തൊക്കെയാണ്. സ്നേഹം, 9 എണ്ണം ഉണ്ട്. അത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. 9 എണ്ണം ഉണ്ട് ആത്മാവിന്റെ ഫലങ്ങൾ. ആ ഫലങ്ങൾ ഇപ്പൊ എന്നിൽ ആത്മാവിന്റെ ഫലം ഉണ്ടോ എന്ന് സൂസൻ ആന്റിയോ അല്ലെങ്കിൽ ജെസി ആന്റിയോ ഒന്നും അല്ല എന്നിൽ ആത്മാവിന്റെ ഫലം ഉണ്ടോ എന്നുള്ളത് പറയേണ്ടത്. ഞാൻ എന്നെ തന്നെ ദൈവമുമ്പാകെ ഇരുത്തുകൊണ്ട്, കർത്താവേ, എന്നിൽ അസൂയുണ്ടോ? എന്നിൽ കുശുമ്പുണ്ടോ? മറ്റുള്ളവരെ വിടുതൽ കിട്ടുമ്പോൾ എനിക്ക് കുശുമ്പുണ്ടോ? അസൂയുണ്ടോ? എന്നിൽ തമ്മിൽ വഴക്കുണ്ടോ? എനിക്ക് നികളഭാവം ഉണ്ടോ? ഞാനാണ് എല്ലാത്തിന്റെയും വെരി പോയിസൺ ആണ് ഐ എന്ന് പറയുന്ന വാക്ക്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ പറഞ്ഞു, ദാറ്റ് ഇസ് വെരി പോയിസണസ്. അത് നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട് എങ്കിൽ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, കർത്താവ് മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയ ഒരുവൻ. നമ്മളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദൈവം മുമ്പാകെ ഇരുന്ന് ഒന്നും കൂടി പണിതെടുക്കണം. അമ്മേ, നമ്മളുടെ പുതിയ നിയമത്തില് നമ്മളാണ് യാഗം, അല്ലെ? നമ്മളാണ് യാഗപീഠം. പുതിയ നിയമ അവകാശിയായ നമ്മളുടെ ഉള്ളിലാണ് കർത്താവ് വസിക്കുന്നത്. അപ്പൊ ഈ യാഗമന്ദിരം വിശുദ്ധിയായിരിക്കണം. അശുദ്ധി ഉള്ളിടത്ത് ദൈവം പാർക്കത്തില്ല. ഹല്ലേലൂയ. അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്നാണ് പറഞ്ഞത്. വിച്ച് മീൻസ് യു കീപ് ഓൺ ട്രൈങ്. ഹോളി സ്പിരിറ്റ് വിൽ ഹെൽപ്പ് യു. നിന്നെ അതിനായി ഒരുക്കിയെടുക്കാൻ തന്നിരിക്കുന്ന ഒരു സഹായകനാണ് പരിശുദ്ധാത്മാവ്. അമേൻ. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു പേഴ്സൺ ആണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും കൂട്ടത്തിലുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ സറണ്ടർ ചെയ്യുക, പരിശുദ്ധാത്മാവിനെ സബ്മിസീവായി നിൽക്കുക. അമേൻ, ഹല്ലേലൂയ. നമുക്ക് താഴോട്ട് പോകാം. ഇതിനെ പറ്റി തന്നെ, അതായത് കർത്താവ് നമ്മുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് അല്ല നോക്കുന്നത്. എല്ലാ ദിവസവും ചർച്ചിൽ വരുന്നുണ്ട്, എല്ലാ ദിവസവും സൺഡേ ക്ലാസ് പോകുന്നുണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, എല്ലാ ദിവസവും കാര്യങ്ങളും മുറ പോലെ ചെയ്യുന്നുണ്ട്. ചർച്ചിൽ മെമ്പർഷിപ്പ് ഉണ്ട്, ചർച്ചിൽ ഉന്നത പദവിയുണ്ട്. പക്ഷേ ഇതെല്ലാം നിനക്ക് കാണും. പക്ഷെ നിന്നിൽ ദൈവം ചെക്ക് ചെയ്യുമ്പോൾ ഇല മാത്രമേ ഉള്ളൂ, അതോ ഫ്രൂട്ട് ഉണ്ടോ? അനുദിനം നമ്മൾ അത് ദൈവത്തോട് ശോധന ചെയ്ത് പോകേണ്ട കാര്യമാണ്. കാരണം എനിക്ക് ഇത്രയും കുറച്ച് ഇതിനെ റിലേറ്റ് ചെയ്ത മെസ്സേജ് ഞാൻ എഴുതി വെച്ചതേ ഉള്ളൂ. പക്ഷെ മീറ്റിംഗിൽ കയറിയ സമയത്ത് ഹഗായി വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കുറച്ച് വചനങ്ങളും കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 59:1 ഉം 2 വാക്യങ്ങൾ. അതിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു. ഷുവർലി, സിസ്റ്റർ അതിന്റെ മലയാളം കൂടെ വായിക്കണം, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. ഷുവർലി ദ ലോർഡ്സ് പവർ ഈസ് ഇനഫ് ടു സേവ് യു. He can hear you when you ask him for help. It is your evil
that has separated you from your God. അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ആമേൻ, ആമേൻ, ആമേൻ. ചില സമയത്തൊക്കെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അത് എല്ലായ്പ്പോഴും ഇതാവണമെന്നില്ല. ബട്ട് സംടൈംസ് നിങ്ങളുടെ അകൃത്യങ്ങൾ, അതാ ദൈവം പറയുന്നതാണ്, വചനത്തിലൂടെ ദൈവം പറയുന്നതാണ്, നിങ്ങൾ എന്നെ സഹായത്തിനായി അപേക്ഷിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാം, പക്ഷേ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്റെ മുഖം ഞാൻ നിങ്ങളിൽ നിന്ന് തിരിക്കുമാറാക്കിയത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ പറഞ്ഞ ആത്മാവിന്റെ ഫലം ഞങ്ങളിൽ നിന്ന് പുറപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടന്ന് കർത്താവേ 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 എന്ന് അധരം കൊണ്ട് വിളിക്കുകയും ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെയായിട്ട് വല്ല ഗുണമുണ്ടോ? വല്ല ഗുണവുമുണ്ടോ? നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം വി നീഡ് ടു ബി വെരി കെയർഫുൾ. ഹല്ലേലൂയ. അപ്പോ അതിൽ കർത്താവ് പറയുന്നെന്താ? അത് കഴിഞ്ഞതിന്റെ ആഴ്ചയാണെന്ന് തോന്നുന്നു സിസ്റ്റർ അക്സ പീറ്റർസൺ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മള് വ്യവസ്ഥ പ്രകാരം ദൈവത്തിൽ വരണം. ആമേൻ. ദൈവം വ്യവസ്ഥ പ്രകാരം എല്ലാം ബേസ്ഡ് ഓൺ കണ്ടീഷനാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? നീ ഇങ്ങനെ ചെയ്താ ഞാൻ നിന്നെ ഇങ്ങനെ അനുഗ്രഹിക്കും, നീ ഇങ്ങനെ ചെയ്തില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ശാപം എല്ലാം നിന്റെ മേൽ വരും. അല്ലേ? പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ എന്റെ കൽപ്പന അനുസരിച്ച് എന്റെ മുമ്പാകെ നടന്നാൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. കാരണം ഇത് എന്നോട് ദൈവം ഇടപെട്ട വചനമാണ്. എന്നോട് ഇടപെട്ട, ഞാൻ ആന്റിയോട് പറഞ്ഞത്, എനിക്ക് എന്റെ ആഫ്റ്റർ മാരേജിന് ശേഷമാണ് എനിക്ക് ഷുഗർ വന്നതും. എനിക്ക് ഒത്തിരി ഷുഗറൊക്കെ ഇപ്പൊ UK പോയ സമയത്തൊക്കെ, ഞാൻ ബേസിക്കലി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞാൻ എന്റെ ഇവിടുത്തെ നല്ല മൾട്ടിനാഷണൽ കമ്പനിയിലെ നല്ല ജോലി, എന്റെ ഭാഗത്ത് തെറ്റ് ഞാൻ ദൈവത്തോട് ചോദിക്കാതെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിന്റെ നിർബന്ധപ്രകാരം UK പോയി. അവിടെ ഞാൻ എത്ര നോക്കിയിട്ടും എനിക്കൊരു IT കമ്പനി ജോലി കിട്ടുന്നത്. അത് കാരണം ഞാൻ ഒത്തിരി മെന്റലി ഡൗൺ ആയി. എനിക്ക് എവിടെ റെസ്യൂം അയക്കുന്നു, റിജക്ട് ചെയ്യുന്നു, ബൂമറാങ് പോലെ 250 കമ്പനികളിൽ ഞാൻ അയച്ചു. റിജക്ഷൻ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ എന്നോട് സംസാരിച്ചാണ് വെയിറ്റ്. ഞാൻ ചോദിച്ചു, കർത്താവേ എത്രത്തോളം ഞാൻ വെയിറ്റ് ചെയ്യണം? ഒന്നും പറഞ്ഞില്ല, വെയിറ്റ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ ഷുഗർ ലെവല് വെരി ഹൈ എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ്, ഇതിൽ നഴ്സുമാരൊക്കെ എത്ര ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, ഫാസ്റ്റിംഗ് ഒക്കെ 290 ഒക്കെ അങ്ങോട്ട് പോവാണ് ഫാസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ആരോ ഒരാൾ എനിക്ക് ഷെയർ ചെയ്തെന്ന് അക്സ സിസ്റ്ററിന്റെ ഒരു മെസ്സേജ്, ഉപവാസത്തെ പറ്റിയുള്ള മെസ്സേജ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. ചിലപ്പോ എന്റെ വാക്ക് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവാം, അറിയില്ല. എനിക്കത് ഞാനത് പറയുന്നതിന് എനിക്ക് ഒട്ടും ലജ്ജയില്ല. അത് ദൈവസന്ധ്യയിൽ നിന്ന് പറയുന്നതിന് എന്റെ ഭാഗത്ത് എന്തോ ഒരു വീഴ്ച, വാക്കിലായിരിക്കാം, ചിലപ്പോൾ പ്രവൃത്തിയിലായിരിക്കാം. അപ്പൊ എന്റെ മനസ്സിലൊരു ഭയങ്കരമായിട്ട് കുത്ത്, കർത്താവെ ഞാൻ അയോഗ്യമായി എന്റെ അപ്പന്റെ മേക്ഷയിലേക്ക് കരം നീട്ടിയോ? ഞാൻ ഈ പറഞ്ഞ ഒരു ഫലവും പുറപ്പെടുവിക്കാതെ നമ്മൾ അയോഗ്യമായി കരം നീട്ടരുത്. ഹല്ലേലൂയ. എന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ കരം നീട്ട്. അത് നിമിത്തം നിങ്ങൾ പലരും രോഗികളും ചിലർ ബലഹീനരും ചിലർ നിദ്രയുമാകുന്നു. വെരി കെയർഫുൾ. അപ്പോ അതിനുശേഷം ഞാൻ എന്ന് കർത്തൃമേശ ഉണ്ടോ ഞാൻ ഇരുന്ന് ഫാസ്റ്റ് ചെയ്തിട്ടേ ഞാൻ പോയി കർത്തൃമേശ കരം നീട്ടു. കാരണം ഭയത്തോടെ വേണം കർത്തൃമേശ കരം നീട്ടാൻ. ആമേൻ. അന്നത്തെ ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാന് എന്റെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ഞാന് തറയിൽ നെടുമ്പാട് വീണ് കരഞ്ഞു. അപ്പൊ എന്റെ അറിവില് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്റെ വാക്ക്, എന്റെ സംസാരം ആർക്കെങ്കിലും വേദനിപ്പിച്ചോ എനിക്കറിയില്ല. എങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ നെടുമ്പാട് വീണ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഫാസ്റ്റിംഗ് ലെവലൊക്കെ, ഞാൻ പ്രാർത്ഥിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ടും എന്റെ ഫാസ്റ്റിംഗ് ലെവലൊക്കെ 290 പോവാം. ഫാസ്റ്റിംഗ് ഒക്കെ 290 പോയി കഴിഞ്ഞാൽ സ്ട്രോക്ക് അടിച്ച് വീഴും. പക്ഷെ എന്റെ ഒരു ഓർഗൻസിന് പോലും കേട് വരാതെ എന്റെ അപ്പനെ എന്നെ കാത്തു പരിപാലിച്ചു. ഞാൻ നാട്ടിലെത്തി. ഞാൻ കഴിഞ്ഞ ഏപ്രില് ഇവിടെ എത്തി. അമ്മയുടെ കൂടെ നിൽക്കുന്നു. എന്റെ മൈൻഡ് ഒന്ന് റിലീഫായി. എനിക്ക് IT തിരിച്ച് ജോയിൻ ചെയ്യാനുള്ള ടെക്നിക്കലായിട്ടുള്ള പ്രോഗ്രാമിങ്ങിന്റെ ഒക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്റെ പഴയ ഫീൽഡിലോട്ട് ഞാൻ കയറാനുള്ള മൈൻഡ് ഒന്ന് റിലാക്സ് ആയി. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ട്.
നീ എന്റെ മുമ്പാകെ വചനപ്രകാരം നീ എന്നെ നടക്കുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് പറഞ്ഞു. ആ വചനവും, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അയോഗ്യമായി കരം നീട്ടിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, വാക്കുകൊണ്ട് ഞാൻ ആരെങ്കിലും ഞാൻ എന്നെ തന്നെ സറണ്ടർ ചെയ്ത്, കർത്താവെ നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല ഒന്നും. ഞാൻ സാക്ഷ്യം പറയുക, കഴിഞ്ഞ ഓഗസ്റ്റ് 5 ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ ഫാസ്റ്റിംഗ് 114 ടഭകയെന്ന് പറഞ്ഞ് താഴോട്ട് വന്നു. അമ്മേ 114. അത് മെഡിസിന്റെ ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ദൈവം എന്നോട് സംസാരിച്ച വചനമാണ്. എസെക്കിയേൽ പ്രവചനം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അമ്മേ. അതാ നമ്മൾ ആ വചനം നമ്മുടെ ഓരോത്തിന്റെ മേൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ഓരോത്തിന്റെ മേൽ റിലീസ് ചെയ്തപ്പോ കർത്തൃമേശ കഴിയുമ്പോ അവസാനത്തെ വൈൻ കാണുമല്ലോ, വൈൻ അതിന്റെ അപ്പന്റെ രക്തമാണല്ലോ, അവന്റെ രക്തത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് പാനം ചെയ്യുമെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ അതെടുത്ത് എന്റെ തൊണ്ടയിൽ എനിക്ക് എവിടേക്ക് അസ്വസ്ഥതയുണ്ടോ ഞാൻ അവിടേക്ക് തേക്കും. വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. ഹല്ലേലൂയ. കാരണം ഞാനൊന്ന് വാക്ക് പറഞ്ഞോട്ടെ, ഇന്നലെ ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചപ്പം, ഇത് ഞാൻ എഴുതിയിരിക്കുന്ന കാര്യമല്ല, എനിക്കറിയില്ല എന്തുകൊണ്ട് കയറി വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഞാനും അമ്മയും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട്ട് സംസാരിച്ചൊരു കാര്യമാണ്, മഗ്ദലക്കാരത്തി രക്തസ്രാവക്കാരത്തിയുടെ അവള് തൊങ്ങലിൽ പിടിച്ചത് കൊണ്ടാണോ അവളുടെ രക്തസ്രാവം നിന്നെ? അവളുടെ രക്തസ്രാവം നിന്നത് അവളുടെ തൊങ്ങലിൽ പിടിച്ചത് കൊണ്ടാണോ? അല്ല, അവളുടെ തൊങ്ങലിൽ പിടിച്ചത് കൊണ്ടല്ല. അവള് വിശ്വസിച്ചു. അതിനു മുമ്പ് അവളൊരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ഹല്ലേലൂയ. അവന്റെ തൊങ്ങലിലെങ്കിലും തൊടാൻ കഴിഞ്ഞു എങ്കിൽ എനിക്ക് സൗഖ്യം പ്രാപിച്ചേനെ എന്ന് അവള് പറഞ്ഞു. അവൾ എന്ത് പറഞ്ഞു അത് അവള് പ്രവർത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസം പ്രവൃത്തിയില്ലാഞ്ഞാൽ നിർജീവം അത്രേ. അവൾ എന്ത് പറഞ്ഞു? അവൾ അത് പ്രവർത്തിച്ചു. അവൾ അത് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവൃത്തിയിൽ നിന്നാണ് യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത്. കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടതാര്, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. അവളുടെ വിശ്വാസം, നമ്മുടെ വിശ്വാസം ദൈവത്തിൽ നിന്ന് ശക്തിയെ പുറപ്പെടുവിക്കാൻ കഴിയും. അമ്മേ. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നഗോവിനെയും തീയിലേക്ക് എറിഞ്ഞു. ഹല്ലേലൂയ. തീയിലേക്ക് എറിഞ്ഞപ്പോൾ അവരൊരു വാക്ക് പറഞ്ഞു, വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇല്ലേലും ഞങ്ങൾ അവനെ മാത്രമേ സേവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് സംഭവിച്ചു? അവരുടെ ഒരു വിശ്വാസത്തിന്റെ വാക്ക്, അമ്മേ, നാലാമനായ ഒരുവൻ അവിടെ ഇറങ്ങി. അമ്മേ, നാലാമനായ ഒരുവൻ അവിടെ ഇറങ്ങി. ഓ ഹല്ലേലൂയ. ശബറബ ഓ റീബ ശബലബ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആരാണോ തീയിലിട്ടത്, ഇട്ടവരെ കൊണ്ട് തന്നെ ദൈവം പുറത്തു വരാൻ പറയും. ആമേൻ. ആരാണോ തീയിലിട്ടത്, ഓ ഹല്ലേലൂയ, ആരാണോ തീയിലിട്ടത്, രാജാവാണ് അവരെ തീയിലിടാൻ കൽപ്പന കൊടുത്തത്. അതേ രാജാവ് തന്നെ പറഞ്ഞു, കം ഔട്ട്, നിങ്ങൾ പുറത്തു വരുവീൻ. ഹല്ലേലൂയ. ഇട്ടവന് തന്നെ ദൈവം കാണിച്ചു കൊടുത്തു. നാലാമനായ ഒരുവൻ ഇറങ്ങി നടക്കുന്നു എന്ന് ഇട്ടവന് തന്നെ ദൈവം കാണിച്ചു കൊടുത്തു. മനുഷ്യർ വെച്ച കല്ലുകളുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് തന്നെ ദൈവം മാറ്റും. ആമേ. വാക്കുകൾ കൊണ്ട്, നിങ്ങൾ എന്തെങ്കിലും നാവ് കൊണ്ട്, അത് മക്കൾക്കായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും വിദ്യാഭ്യാസം, കുടുംബജീവിതം, എന്തിനെങ്കിലും നിങ്ങൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തന്നെ എടുത്ത് മാറ്റണം. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹല്ലേലൂയ. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട, കുറച്ചു കാലം കഴിഞ്ഞിട്ട് മതി, അത് നീ വെക്കുന്ന കല്ല. ദൈവത്തിന്റെ സമയത്ത് നിനക്ക് ദൈവം വിവാഹം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിരോധമായി എനിക്കിപ്പോൾ വേണ്ട എന്ന് നീ പറഞ്ഞാൽ അത് നീ വെച്ച കല്ലാണ്. അതെടുത്ത് മാറ്റുമ്പോഴും എത്ര പേര് അതിനു വേണ്ടി പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടത്തില്ല. നീ ആ കല്ലെടുത്ത് മാറ്റിയാൽ വെളിച്ചം വരും. ആമേൻ, വെളിച്ചം വരും. അതുകൊണ്ട് നിങ്ങൾ നാവ് കൊണ്ട് ആർക്കെങ്കിലും വിരോധമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ദൈവത്തോട് ഏറ്റു പറഞ്ഞ്, ഭൂമിയിൽ നിങ്ങൾ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും, ഭൂമിയിൽ നിങ്ങൾ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടിയിരിക്കും. എന്തെങ്കിലും നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും ഉപദ്രവിച്ചവർക്കായിരിക്കാം നമ്മൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഹൃദയത്തിന്റെ വേദന കൊണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓർക്കുക, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മുടയവൻ അവരുടെ മുടയവൻ ഒന്നത്രേ. ആമേൻ. അപ്പോ നിങ്ങൾ ആരിൽ നിന്ന് നിങ്ങൾക്ക് വേദന ഉണ്ടായാൽ സ്പീക്ക് ടു യുവർ മാസ്റ്റർ ഒള്ളി. സ്പീക്ക് ടു യുവർ മാസ്റ്റർ ഒള്ളി. അതുപോലെ നിങ്ങൾ എന്ത് വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് ഉത്തരം ലഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം.
അതല്ലാതെ സംശയിക്കുന്നവരെ പറ്റി ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അവൻ കാറ്റിനാൽ ഉലയുന്നവൻ സമം അത്രയെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നത് എന്റെ ദൈവം എനിക്ക് തന്നിരിക്കും. ബിക്കോസ് ഐ ആം ഹിസ് ഡോട്ടർ. ആമേൻ. നമ്മളെല്ലാവരും സ്ത്രീകളാണല്ലോ. ഐ ആം ഹിസ് ഡോട്ടർ. ഞാൻ അത്യുന്നതന്റെ മകളത്രേ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ അപ്പൻ ചോദിച്ചത് എന്റെ അപ്പൻ എനിക്ക് പാമ്പിനെ തരത്തില്ല. ഞാൻ ഒരു ടെസ്റ്റിമോണിയും കൂടെ പറഞ്ഞു പോകാം. ആമേൻ. ആന്റി ടൈം ആകുമ്പോ ഒന്ന് ചാറ്റിൽ ഇടണേ, ടൈം ആയി എന്നുള്ള. ഞാൻ ഒരു ടെസ്റ്റിമോണി പറയാം. നിങ്ങൾ അവിടെ യുകെയിലായിരുന്നപ്പോ വണ്ടി, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങണം എന്നൊരാഗ്രഹം. അപ്പൊ ഞാൻ നാട്ടിലായിരുന്നപ്പോ എന്റെ കമ്പനി ഞാൻ വർക്ക് ചെയ്തിരുന്നത് നിസാന്റെ പ്രൊജക്റ്റിലായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്ത്. നിസാന്റെ UK പ്രൊജക്റ്റിലായിരുന്നു വർക്ക് ചെയ്ത്. അപ്പൊ എനിക്ക് നിസാന്റെ ഒരു വണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിസാന്റെ വണ്ടി നോക്കാം. അപ്പൊ എന്റെ കയ്യിൽ ഒരു ലീഫ്ലെറ്റ് കിട്ടി. നിസാന്റെ കഷ്കായിയുടെ ഫുൾ ഓട്ടോമാറ്റിക്കിന്റെ വണ്ടിയുടെ ഒരു പടം എന്റെ കിട്ടി. അപ്പൊ ഈ പടം ഞാൻ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതിനെ മാനേജ് ചെയ്യാനൊന്നും എന്റെ കയ്യിൽ കാശില്ല, നീ വേണമെങ്കിൽ അത് മാനേജ് ചെയ്യാൻ നടന്നു. എനിക്ക് ഡ്രൈവിംഗ് പോലും അറിയത്തില്ല, പിന്നെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും? നീ വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ നടന്നോളൂ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ എന്റെ ബൈബിളിൽ ആ പടം വെച്ച് ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കൈ വെച്ച്. എന്റെ പടം ഞാൻ സാക്ഷ്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ കരം വെച്ച് പറഞ്ഞു, യേശപ്പ എനിക്ക് ഈ കളർ, ഇതേ മോഡൽ എല്ലാം സെയിം, എനിക്ക് ഈ വണ്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൻ ഇഷ്ടമാണ്, എനിക്ക് ഈ വണ്ടി വേണമെന്നത് അപ്പൻ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഈ വണ്ടി തരണം. അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് ഈ വണ്ടി വേണം. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഏറ്റവും അവസാനം പറയും, അപ്പന്റെ ഇഷ്ടമല്ലെങ്കിൽ എനിക്കിത് വേണ്ട, അപ്പന്റെ ഇഷ്ടമാണെങ്കിൽ അത് എന്റെ കയ്യിലേക്ക് വരട്ടെ, ആമേൻ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ അച്ചാച്ചൻ ചോദിക്കും, നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ അച്ചാച്ചനോടല്ലോ പറഞ്ഞു, എന്റെ അപ്പനോടാ ഞാൻ ചോദിച്ചു, എന്റെ അപ്പൻ എനിക്ക് തരുന്നോ? ഒന്നും വേണ്ടിയില്ല. ഒരു 2 മാസം കഴിഞ്ഞു. പെട്ടെന്ന് അച്ചാച്ചനോട് പറഞ്ഞു, നമുക്കൊന്ന് വണ്ടി നോക്കാൻ പോവാം. അപ്പൊ ലണ്ടൻ ഏരിയയിലാണ് നമ്മൾ വണ്ടി നോക്കാൻ പോയത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് 2 hours ട്രാവൽ ചെയ്ത് വേണം ലണ്ടൻ എത്താൻ. വണ്ടി നോക്കാൻ പോയി. വണ്ടി നോക്കിയപ്പോ ഓരോ വണ്ടി ഞാൻ നോക്കിയപ്പം ഞാൻ പ്രാർത്ഥിച്ച അതേ മോഡൽ കഷ്കായി വേണ്ട കിടക്കുന്നു. എന്നെ അവിടെ പിടിച്ചു നിർത്തിയാലൊക്കെ ഞാൻ സ്റ്റക്കായി. എന്നിട്ട് ഞാൻ ആ വണ്ടിയുടെ മേൽ കരം വെച്ചിട്ട്, യേശുവപ്പ ഇത് അപ്പന്റെ ഹിതമാണെങ്കിൽ എന്റെ കയ്യിലേക്ക് ഈ വണ്ടിയുടെ താക്കോല് കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ അച്ചാച്ചൻ അവിടെ തന്നെ കണ്ണു കാണിക്കാൻ അതിനുള്ള സാമ്പത്തികം നമ്മുടെ കയ്യിൽ ഇല്ല, നീ അവിടെ നിന്ന് കൈയെടുത്ത് മാറാൻ. ഞാനൊന്നും മിണ്ടിയില്ല. അവസാനം കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് ആ വണ്ടി തന്നെ എന്റെ കൈ കിട്ടി. പക്ഷെ UK നിയമമുണ്ട്, UK വന്ന് ഒരു 3-3.5 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ചെന്നിട്ട് 2 വർഷമേ കഴിഞ്ഞുള്ളൂ, ലോൺ കിട്ടത്തില്ല. പക്ഷെ അച്ചാച്ചന് ലോൺ കിട്ടി. എങ്ങനാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അറിയത്തില്ല. അച്ചാച്ചന് ഒരു ഏജൻസി ലോൺ തരാമെന്ന് പറഞ്ഞ് അവർ ഇങ്ങോട്ട് വിളിച്ച് ലോൺ തന്നു. അങ്ങനെ ആ കാർ എന്റെ കൈ കിട്ടി. ആ കാർ എന്റെ കൈ താക്കോല് കിട്ടിയപ്പോ ഞാൻ ആ താക്കോല് വാങ്ങിച്ചു. അപ്പൊ അച്ചാച്ചൻ ഇങ്ങനെ കണ്ണും തള്ളി വായും തുറന്ന് നിൽക്കുക. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, വാ അടച്ച് അച്ചാച്ച ഈ ചേറിപ്പോ. ഞാന് ചോദിച്ചത് എന്റെ യേശുപ്പനോടാ ഞാൻ ചോദിച്ചേ. എന്റെ അപ്പൻ എനിക്ക് എന്റെ വണ്ടി തന്നു, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാണ് ഞാൻ താക്കോല് കൊടുത്തത്. പിന്നെ അതിനുശേഷം എന്ത് വന്നാലും ചോദിക്കും, നീ അപ്പനോട് ചോദിക്കും, നീ ഒന്ന് അപ്പനോട് ചോദിക്കും. ഞാൻ പിന്നെ എന്റെ അപ്പനോട് ഞാൻ ചോദിച്ചാൽ മാത്രമല്ല, ആര് ചോദിച്ചാലും എന്റെ അപ്പനോട് കിട്ടും. അതിനുശേഷം ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ച വണ്ടിയാ. ഇത് ദൈവരാജ്യത്തിന് മാത്രം ഓടട്ടെ, ദൈവരാജ്യത്തിന് മാത്രം, വേറെ ഒന്നിനോടുമില്ല. ചർച്ചിൽ ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറയും, പാസ്റ്റർ ഇങ്ങോട്ട് പറയുന്നതിന് ഞാൻ പറയും, പാസ്റ്റർ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. അപ്പൊ അച്ഛൻ പറയും, എത്ര ദൂരം ഇവിടെ, കുഴപ്പമില്ല ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം വന്നു. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വണ്ടി എനിക്ക് കിട്ടിയാൽ അപ്പൊ അപ്പന്റെ മക്കളെ ഞങ്ങൾ കൊണ്ടാക്കിക്കോളാം. പക്ഷെ ഇന്നും അത് ദൈവരാജ്യത്തിന് വേണ്ടി ഇപ്പോഴും ഓടുന്നു, ഇപ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അത് എനിക്കൊരു സ്വഭാവമാണ്, ഞാൻ ഇങ്ങനെ തന്നെയാണ് പോകുന്നതും എന്റെ ലൈഫ് പോകുന്നതും എല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കും, എനിക്കത് ഉത്തരം കിട്ടുകയും ചെയ്യും. അപ്പൊ എപ്പോഴും എന്റെ ഹസ്ബൻഡും പറയും, അമ്മയും പറയും, നീ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉത്തരം കിട്ടും, ഞങ്ങൾ ആരും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ അപ്പനോടല്ലേ ചോദിക്കുന്നത്, അപ്പനോട് ചോദിച്ചാൽ അപ്പനല്ല പിന്നെ ആരും എനിക്ക് തരാൻ. ആമേൻ. ഹല്ലേലൂയ. വേഗത്തിൽ വിഷയത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. അതിന് ദൈവം യേശുക്രിസ്തു വാൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ബാഹ്യമായ പ്രകടനങ്ങളും. ബാഹ്യമായ നമ്മുടെ പ്രകടനങ്ങൾ ചർച്ചിലൊക്കെ ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഭയങ്കര സ്തോത്ര കാഴ്ചയും ഭയങ്കര സ്തോത്രവും ഭയങ്കര ഹല്ലേലൂയായിരിക്കും. പക്ഷെ ആ വ്യക്തിയോട് ഒരു 2-3 ദിവസം ഇടപഴകുമ്പോൾ, കർത്താവ് ഇങ്ങനെയും വിശ്വാസികളുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. സത്യം, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്, ഇങ്ങനെയും വിശ്വാസികളുണ്ട്. ചില പാസ്റ്റർമാരോട് ഞങ്ങളൊരു വിഷയം പറഞ്ഞാൽ, അയ്യോ മോളെ ഞങ്ങളെ കൊണ്ടത് പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. പിന്നെ ഇവരെന്താ കർത്താവെ ചെയ്യുന്നത്, ഇവരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ഒത്തിരി വിഷമം. അതുപോലെ പക്ഷെ ദൈവം
അവിടെ ഒരുപാട് ചർച്ച ഞാൻ പോയി. UK ഞാൻ ഒരുപാട് ചർച്ചകൾ മാറി മാറി, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ 3 ചർച്ച മാറിയിട്ടില്ല. ഞാനിപ്പോ എന്റെ ദേവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ നാട്ടിൽ ഒരു പാസ്റ്ററിനെ ഞാൻ വിളിച്ചു. ഒത്തിരി നാളെ ആ പാസ്റ്ററിനെ വിളിച്ച്, ഞാൻ വല്ലപ്പോഴും വിളിക്കും. അപ്പൊ ഞാൻ വിളിച്ചപ്പോ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കൂ. ഞാൻ ഒന്നും വിഷയം പറഞ്ഞില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ആദ്യമേ ദൂത് വരിക, മോളെ നീ കടന്നു പോകുന്ന അവസ്ഥ, ചില കാര്യങ്ങൾ നിന്നെ മനസ്സിലാക്കി തരാനും ചില വ്യക്തികളെ നിനക്ക് മനസ്സിലാക്കി തരാനുമാ ഞാൻ നിന്നെ ഇതിലൂടെ കടത്തിവിടുന്ന. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാനായിരിക്കും ദൈവം ചില അവസ്ഥയിലൂടെ കടത്തിവിടുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് കർത്താവെ ഞാൻ ഇതിലേക്ക് പോയി എന്ന് ഒരിക്കലും പറയരുത്. അതിന്റെ പിന്നിൽ ഹി ഈസ് ഹാവിങ് എ പർപ്പസ്. അവൻ ഒരു പർപ്പസ് ഉണ്ട്. അവന്റെ കയ്യിൽ നല്ല ഒത്ത ആയുധമായിട്ട് അങ്ങ് നമ്മൾ ഇരുന്നു കൊടുത്താൽ മാത്രം മതി. അമ്മേ, സ്തോത്രം. അതിൽ കർത്താവ് വാൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 7:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7:15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിന്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. കള്ളപ്രവാചകന്മാരെ വായിച്ചോ സിസ്റ്റർ. സൂക്ഷിച്ചുകൊള്ളുകയും അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. സിമ്പിൾ ആയിട്ടാ കർത്താവ് പറയാം. കർത്താവ് എല്ലാം ഉപമകളായിട്ടാ പറയുന്നത്, പക്ഷെ ഇത് സിമ്പിൾ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അവരവരുടെ ഫലങ്ങളാ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. ഇല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുമ്പോൾ ചിലരുടെ മുഖങ്ങൾ ഓർമ്മ വന്ന് കാണുമെന്ന് എനിക്ക് അറിയാം. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാമല്ലോ. ഇന്ന ആളുടെ ഫലം ഇതല്ല, അപ്പോൾ അവരിൽ വ്യാപരിക്കുന്നത് ഏത് ആത്മാവാണ് എന്ന് മനസ്സിലായി. പക്ഷെ അവരിൽ നിന്ന് അകന്ന് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. പ്രേ ഫോർ ദം, പ്രേ ഫോർ ദം. കാരണം നിങ്ങളുടെ ഉടയവനും അവരുടെ ഉടയവനും ഒന്നാ. മാസ്റ്ററിനോട് പറയാം, കർത്താവെ അവരോട് ദൈവം ഇടപെടണം, മാനസാന്തത്തിന് ഫലം കായ്ക്കട്ടെ, ദൈവം ഇടപെടണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ അവരോട് സിസ്റ്ററെ നിങ്ങൾ ഈ പറഞ്ഞ തെറ്റാട്ടോ, ബൈബിളിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ, സിസ്റ്റർ ഇങ്ങനെയൊന്ന് മാറണം എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുത്വമേ ഉണ്ടാകുന്നുള്ളൂ. നിങ്ങൾ എന്ത് പറയാൻ പോകുന്നു അതിന്റെ ഓപ്പോസിറ്റേ ഉണ്ടാകത്തുള്ളൂ. അത് മറിച്ച് പറയാണ്ട് മൗനമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്ക്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. കാരണം സ്വർഗത്തിന്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ്, അല്ലെ? മാനസാന്തരപ്പെടുന്നവരെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു എന്നാ. അപ്പൊ ഒരുവന്റെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, അല്ലെ? അതാണ് പറയുന്നത്. യാക്കോബിന്റെ പുസ്തകം ഒത്തിരി നല്ലതാട്ടോ. എനിക്ക് ലേഖനങ്ങളാണ് ഭയങ്കര ഇഷ്ടം പഠിക്കാൻ. കാരണം ലേഖനങ്ങളിലകത്ത് ഒരുപാട് മർമ്മങ്ങൾ മറഞ്ഞിരിപ്പുണ്ട്. യാക്കോബിന്റെ പുസ്തകം അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? 19-ാം അധ്യായം, യാക്കോബിന്റെ പുസ്തകം 5:19. My brothers and sisters, if any one of you wanders away from the truth and someone helps that person to come back, remember, anyone who brings a sinner back from the wrong way will save that sinner's soul from death and will cause many sins to be forgiven. അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങൾ ഒരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ മഹത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ആമേൻ. അപ്പൊ അങ്ങനെ ചെയ്ത നമുക്ക് റിവാർഡ് കിട്ടോ ഇല്ലയോ? നിശ്ചയമായി റിവാർഡ് കിട്ടും. ആമേൻ. അറ്റ് ദ ടൈം ഓഫ് ദ ജഡ്ജ്മെന്റ് ഡേ എത്ര ആത്മാക്കളെ നീ നേടിയെന്ന് നമുക്ക് ഇപ്പൊ അറിയത്തില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോ അയ്യോ കർത്താവേ, ഞാൻ പറഞ്ഞിട്ടാണോ ഈ മനുഷ്യൻ രക്ഷയിലേക്ക് വന്നത് എന്ന് നമ്മൾക്ക് അവിടെ വെച്ച് അറിയാൻ കഴിയും. കാരണം ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നതും അന്ന് കർത്താവ് പറയുമ്പോ അവൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ രൂപസിസ്റ്റർ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ഈ ചുവര് എനിക്ക് സാക്ഷ്യം പറയും. ഇല്ല, ഞാൻ കേട്ടതാ, അവൾ അത് പറഞ്ഞു. വെളിപ്പാടി പറയുന്നതാ, ചുവര് നമുക്ക് സാക്ഷ്യം പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരുത്തൻ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവി എന്ന് പറയുമ്പോ, അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രവചനത്തെ തുച്ഛീകരിക്കരുത് കേട്ടോ. പ്രവചനത്തെ നമ്മൾ ഒരിക്കലും തുച്ഛീകരിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് എടുത്ത് വായിച്ചേ. 1 തെസ്സലോനിക്കൽ എഴുതിയ ലേഖനം 5:19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. 1 തെസ്സലോനിയർ 5:19 മുതൽ 22 വാക്യങ്ങൾ. ഇംഗ്ലീഷിൽ ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ.
അമ്മേ കണ്ട, ആത്മാവിനെ കെടുത്തരുത് എന്ന് പറഞ്ഞാൽ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ നമ്മൾ റിജക്ട് ചെയ്യരുത്, അതിനെ റെസിസ്റ്റ് ചെയ്യരുത്. ഹോളി സ്പിരിറ്റിന്റെ പ്രവർത്തികളെ ഒന്നും നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പോവരുത്. അതുപോലെ തന്നെ ഡു നോട്ട് ട്രീറ്റ് പ്രൊഫസി ആസ് ഇറ്റ് ഈസ് വെരി അൺഇമ്പോർട്ടന്റ്, അതായത് പ്രവചനത്തെ നമ്മൾ തുച്ഛീകരിക്കരുത്. പക്ഷെ എന്ത് ചെയ്യണം? സകലതും ശോധന ചെയ്ത് നല്ലത് മാത്രം ഹൃദയത്തിലെടുക്കുക, തീയതിനെ പുറത്ത് കളയുക. നമ്മളോട് ഒരാള് പ്രവചിച്ചാൽ, എനിക്ക് അറിയില്ല കേട്ടോ, ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന വചനമല്ല, പക്ഷെ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് എഴുതാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതുന്ന, ദൈവത്തിന്റെ ആടുകൾ ഇതില്ലാത്തതുകൊണ്ട് അവർക്കത് മനസ്സിലാവുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. നിന്നോട് ഒരുവൻ വന്ന് പ്രവചിച്ചു എന്ന് വെച്ചോ, ആന്റി നേരത്തെ പറഞ്ഞല്ലോ, ആന്റിയോട് പ്രവാചകൻ പ്രവചിച്ചു. ഞാൻ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയും? എന്നോട് ഒരുവൻ പ്രവചിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ ആത്മാവിനാലാണ് ആ ദേവദാസൻ എന്നോട് പ്രവചിച്ചതെങ്കിൽ അത് എന്റെ ജീവിതത്തിൽ നടക്കട്ടെ, അത് നിറവേറട്ടെ, അതിനുള്ള വഴികളും വാതിലും തുറന്നു വരട്ടെ. നിന്റെ ആത്മാവിനാലല്ല, ജഡത്തിൽ നിന്ന്. എന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചിലവർ അങ്ങനെ പ്രവചിക്കാറുണ്ട്. ജഡത്തിൽ നിന്നാണ് പ്രവചിച്ചതെങ്കിൽ ആ പ്രവചനത്തിന് എന്റെ മേലോ എനിക്കുള്ളതിന്മേലോ ഒരു സ്ഥാനവുമില്ല. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ 1 തിമോത്തി 5:22 ഉണ്ട് കേട്ടോ. 5:22 നമ്മൾ ഇതൊക്കെ നമ്മൾ അറിയാതെ പോകരുത്. 1 തിമോത്തി 5:22 പറയുന്നുണ്ട്, തിങ്ക് കെയർഫുള്ളി. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളെല്ലാം പ്രെയർ വാരിയേഴ്സ് ആണല്ലേ, നമ്മളെല്ലാവരും പ്രാർത്ഥന പടയാളികളായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട്, തിങ്ക് കെയർഫുള്ളി ബിഫോർ യു ലേ യുവർ ഹാൻഡ്സ് ഓൺ എനിവൺ. നീ ആരുടെ മേലും കൈവയ്ക്കുമ്പോൾ സൂക്ഷിക്കുക. ആൻഡ് ഡു നോട്ട് ഷെയർ ഇൻ ദ സിൻസ് ഓഫ് അതേഴ്സ്, കീപ് യുവർ സെൽഫ് പ്യുവർ. അതിന്റെ മലയാളം ഒന്ന് വായിച്ചേ സിസ്റ്റർ എന്ന്. യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനായിരിക്കുകയും വരുത്, നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. അമ്മേ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഒരാള് വന്നു, സിസ്റ്റർ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കോ, അവൻ ആത്മാവിന്റെ ഫലം ഒന്നും കായ്ക്കാത്തവനാണെന്ന് വെച്ചോ. ഞാൻ പിന്നെന്താ പ്രാർത്ഥിക്കാമല്ലോ, സിസ്റ്റർ വന്നോന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോയാൽ അവന്റെ ഉള്ള പാപവും കൂടെ നിന്റെ തലയിൽ കൂടെ വരും. എന്തിനാ വെറുതെ? കീപ് യുവർ സെൽഫ് പ്യുവർ, കീപ് യുവർ സെൽഫ് പ്യുവർ. ആ സിസ്റ്ററെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഇല്ലാണ്ട് ആരുടെ മേൽ കൈവച്ചും പ്രാർത്ഥിക്കരുത്. അമ്മേ, വെൻ ഹോളി സ്പിരിറ്റ് നിന്നോട് പറയാണ്, അതിൽ നമ്മൾ ലേഖനം വായിക്കുമ്പോ നമുക്ക് കാണാൻ പറ്റും, പത്രോസിന്റെ മേലും അങ്ങോട്ട് പറയുന്നുണ്ട്, ഷീലാസിന്റെ മേൽ പറഞ്ഞില്ലേ പത്രോസിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധാത്മാവ് നിന്നോട് പറയാണ്ട് ആരുടെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്. നമ്മുടെ വിഷയത്തിനൊക്കെ മാറിയ ടോപ്പിക്ക്, എനിക്കറിയില്ല എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന് എനിക്കറിയത്തില്ല. അമ്മേ, നെക്സ്റ്റ് നമ്മൾ ആദ്യം കണ്ടത് എന്താ? കർത്താവ് അത്തി വൃക്ഷത്തെ നോക്കിയപ്പം ഇല മാത്രം കണ്ടു. ഇനി ആ ഇലയിൽ കർത്താവ് എന്താ രണ്ടാമത് നോക്കിയേ? ഹി വാസ് ലുക്കിംഗ് ഫോർ ഫ്രൂട്ട്, അല്ലെ? ആ അത്തി ഇലയില് ഫലം, ഫ്രൂട്ട് ഉണ്ടോ എന്ന് കർത്താവ് നോക്കി, അല്ലെ? അതില് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വചനങ്ങളൊന്ന് വായിച്ചേ. നമ്മൾ എപ്പോഴും ഓർത്തോണം, കർത്താവ് ഞങ്ങളിൽ നിന്ന്, നമ്മൾ ഓരോരുത്തരിൽ നിന്നും, ഇന്ന് ഈ 33 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ, എന്റെ അമ്മയെ ഉൾപ്പെടെ 34 പേര്, നമ്മളിൽ നിന്ന്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിപ്പോ. ആമേ, കണ്ടോ ആന്റി, അതിൽ പറയുന്നുണ്ടോ? ഇഫ് യു, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എനി റിമൈൻ ഇൻ മീ ആൻഡ് ഐ റിമൈൻ ഇൻ ദം. കണ്ടോ, ഞങ്ങൾ ക്രിസ്തു നമ്മളിലും നമ്മൾ ക്രിസ്തുവിലും വസിച്ചാൽ നമ്മൾ അധികം ഫലം കായ്ക്കും. എന്ത് ഫലമാ? ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം ഗലാത്യയിൽ പറയുന്നുണ്ടല്ലോ, സ്നേഹം, സഹിഷ്ണുത, ഇന്ദ്രിയ ജയം, അതിനെല്ലാം ദൈവം നമുക്ക് തരും. എങ്ങനെയാണെങ്കിൽ? ക്രിസ്തുവിലാണ് നീയെങ്കിൽ, ഇൻസൈഡ് ഓഫ് ജീസസ്, ക്രിസ്തുവിൽ. അതായത് ചുരുക്കി പറഞ്ഞാല്, ഇപ്പം പിശാച് നിന്നെ നോക്കുമ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ക്രിസ്തുവിനെ പിശാച് കാണാവും. നീ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണം. അമ്മേ, ക്രിസ്തുവിൽ എബൈഡ് ആയിരിക്കുക. ഇപ്പൊ നമ്മള് വെയിലടിക്കുമ്പം ഒരു മരത്തിന്റെ കീഴെ മറഞ്ഞു നിൽക്കത്തില്ലേ? അതേപോലെ നമ്മൾ അറിയണം കേട്ടോ,
ക്രിസ്തുവിന്റെ രക്തം, ഇതാണ് നമ്മുടെ പവർഫുൾ ടൂൾ. നമ്മുടെ കയ്യിൽ കുറെ ആയുധങ്ങളുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ആന്റി ഞങ്ങൾക്ക് ഇപ്പോ എന്താ പവർഫുൾ ടൂൾസ്, സ്പിരിച്വൽ വെപ്പൺ ടൂൾസ് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതിലൊരു ആന്റി ഞങ്ങളുടെ ചർച്ചിന്റെ പാസ്റ്ററുടെ വൈഫാണ്. ആന്റി പറഞ്ഞ കാര്യമാണ് സ്തോത്രം. അത് നമ്പർ 1 വെപ്പണാണ്. പിശാചിന്റെ മേല് ഏഞ്ഞു വിടാനുള്ള നമ്പർ 1 വെപ്പണാണ് സ്തോത്രം. എപ്പോഴും അധര ഫലം എന്ന സ്തോത്രയാഗം. എന്തിനു ഞാൻ വെറുതെ സ്തോത്രം ചെയ്യണമെന്ന് ചോദിച്ചാൽ, വെറുതെ നീ സ്തോത്രം ചെയ്തോ, ഒരു കുഴപ്പമില്ല. കസേരയിൽ എഴുന്നേക്കാൻ പറ്റില്ല. എത്രയോ പേര് കസേരയിൽ എഴുന്നേറ്റപ്പോ വീണ് കാലൊടിഞ്ഞു കിടന്നു. അത് വരാതെ ദൈവം കാത്തില്ലേ? സ്തോത്രം. എപ്പോഴും സ്തോത്രം ചെയ്യുക. പറ്റുന്ന സമയത്തെല്ലാം ആരാധിക്കുക, പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കുക. ഞാൻ അവിടെ ഒറ്റയ്ക്കാവുമ്പോ പാട്ടുകൾ പാടിക്കൊണ്ട് നടക്കും. ഞാൻ പാട്ടുകൾ ഇംഗ്ലീഷ് സോങ്സ് ഇങ്ങനെ പാടി 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 നടക്കുവാൻ. ആ സമയം നമ്മൾ ഡൗൺ ആവുമ്പോ നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പൊക്കിക്കൊണ്ട് വരും, നമ്മളെ ഒന്ന് അപ്പാക്കിക്കൊണ്ട് ഒരു ബൂസ്റ്റ് ചെയ്ത് നമ്മളൊന്ന് ചാർജ് ചെയ്തതുപോലെ ആ പാട്ട് പാടും. ആമേൻ, ഹല്ലേലൂയ. പാട്ട് പാടുക, എപ്പോഴും സ്തോത്രം ചെയ്യുക, സാക്ഷ്യങ്ങൾ പറയുക. ആ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാണ്. അവന് ചെയ്തെങ്കിൽ ദൈവം എനിക്കും നിശ്ചയമായി ചെയ്തിരിക്കും. ആമേൻ. അതുപോലെ ഒരുവനെ മറ്റുള്ളവൻ ശ്രേഷ്ഠനെന്ന് എണ്ണുക. യേശുവിന്റെ രക്തത്തിന്റെ കവറിങ്, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. പിശാച് പേടിക്കുന്നതാണ് യേശുവിന്റെ നാമവും യേശുവിന്റെ രക്തവും. യേശുവിന്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലും മടങ്ങും. എല്ലാ രോഗവും മടങ്ങുന്ന നാമമാണ് യേശുവിന്റെ നാമം. സകല രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ശരിക്കും പറയാൻ ഫസ്റ്റ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നീ ആര്? ആമേൻ, ഹല്ലേലൂയ. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു വചനമാണ് 1 പത്രോസിന്റെ 2-ാം അധ്യായം. അത് വായിക്കേണ്ട സിസ്റ്ററെ, നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ ഇങ്ങനെ പറയുന്നത്, നീ നിന്നെ തന്നെ build yourself, be a spiritual temple. നീ നിന്നെ തന്നെ ആത്മീയ ആലയമാക്കി പണിയുക. നീ നിന്നെ തന്നെ, വേറൊരാളല്ല നിന്നെ വന്ന് ആത്മീയ ആലയമായി പണിയേണ്ടത്. മിനി സജി എന്ന് പറഞ്ഞ ആന്റി അല്ല എന്നെ ആത്മീയമായി പണിയേണ്ടത്. ബിനു അജു എന്ന് പറഞ്ഞ ആന്റി അല്ല എന്നെ ആത്മീയമായി പണിയേണ്ടത്. നിങ്ങൾ തന്നെ, ഓരോരുത്തൻ അവനവൻ തന്നെ ആത്മീയ ആലയമായി പണിയുക. അതിന് പാസ്റ്ററിന്റെ വൈഫ് വരണോ, പാസ്റ്റർ വരണോ? വേണ്ട, നിങ്ങൾ തന്നെ പണിയുക. അതിന് എങ്ങനെ പണിയാം? അതിനാണ് നിനക്ക് തന്നിരിക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവ്. അതിൽ പറയുന്ന ഒരു വാക്കുണ്ട്, യു ആർ കോൾഡ് ടു ബി എ ഹോളി ഹൈ പ്രീസ്റ്റ്. ചില്ലറക്കാരാണോ നമ്മള്? വിശുദ്ധ പുരോഹിത വർഗം, ഹോളി ഹൈ പ്രീസ്റ്റ്. അപ്പൊ പഴയ നിയമത്തില് കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിന്റെ അകത്ത് പോയത് ആരാ? ഹോളി ഹൈ പ്രീസ്റ്റാ, അല്ലേ? വിശുദ്ധനായ പുരോഹിതനാ പോകുന്നേ. ആ പുരോഹിതൻ പുതിയ നിയമത്തിൽ ആരാ? യേശുക്രിസ്തു, അല്ലേ? യേശുക്രിസ്തുവാണ് വിശുദ്ധ പുരോഹിതൻ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ആട്ടുകൊറ്റിന്റെയോ രക്തം കൊണ്ടല്ല, അവൻ സ്വന്തം രക്തത്താലാണ് ആ എന്താ സമാഗമന കൂടാരത്തിന്റെ അത് കയറിയത് നമുക്ക് വേണ്ടി. അത് ഒരിക്കലായി തീർന്നു, എന്നേക്കുമായി ചെയ്തു എന്നാ പറയുന്നത്. ആമേൻ. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൽ ആരെന്ന് നമ്മൾ ചിന്തിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്, യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചാഞ്ഞുണ്ട്. ആണ് എനിക്ക് യോഹന്നാനോട് ഇച്ചിരി അസൂയുണ്ട്. കാരണം കർത്താവിന്റെ മാറി ചായാനുള്ള ഭാഗ്യം യോഹന്നാന് കിട്ടിയല്ലോ. പക്ഷെ പിന്നെ ഞാൻ എന്റെ ഒരു നേച്ചറാണ്, ഞാൻ പറഞ്ഞ് ആശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ യോഹന്നാൻ ഓക്കെ രക്തത്താൽ യോഹന്നാൻ ക്രിസ്തുവിന്റെ കൂടെയാണ്. പക്ഷെ ഞാൻ അതിലേറെ ശ്രേഷ്ഠതയാ. കാരണം ഞാൻ തങ്ക രക്തത്താലാ വീണ്ടെടുക്കപ്പെട്ടത്, ഇല്ലേ? ഞാൻ തങ്ക രക്തത്താലാ. മറ്റേതിനെയും കാട്ടി ഞാൻ ശ്രേഷ്ഠതയാ. ഹല്ലേലൂയ. അത് മനസ്സിലാക്കണം. പിശാച് നമ്മളെ അങ്ങ് പേടിപ്പിക്കും. അപ്പൊ നമ്മൾ എന്തെന്നറിയോ? പേടിച്ചു, അയ്യോ എനിക്ക് രോഗം, അയ്യോ എനിക്ക് അവിടെ എന്തോ പ്രതികൂലം, അയ്യോ എനിക്ക് അവിടെ എന്തോ, അയ്യോ എന്റെ പ്രതികൂല തടസ്സങ്ങൾ. ഒന്നുമില്ല. ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ? നമ്മളൊന്ന് എഴുന്നേറ്റ്, ഓക്കെ ആന്റി, നമ്മളൊന്ന് എഴുന്നേറ്റ് വിശ്വാസത്താൽ പറയാമോ? എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ എന്ന് പറഞ്ഞാൽ അത് മാറിയിരിക്കും. ബിക്കോസ് യു ആർ എ ഹോളി ഹൈ പ്രീസ്റ്റ് ആൻഡ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഗോഡ്. ഹോളി സ്പിരിറ്റ് ഈസ് ഡ്വെല്ലിംഗ് ഇൻസൈഡ് യു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. അതുപോലെ ഞാൻ വേഗത്തിൽ പോകുന്നു. അതുപോലെ തന്നെ ഫിഗ് ട്രീയെ, അത്തിവൃക്ഷത്തെ കർത്താവ് ശപിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് ശരിക്കും പറഞ്ഞാല് അവരുടെ ആ ഇസ്രായേൽ യഹൂദന്മാരുടെ സ്പിരിച്വൽ കണ്ടീഷനെയാണ്. അവര് പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിനെയോ ദൂതന്മാരെയോ ഒന്നും അവർ അംഗീകരിക്കത്തില്ല. അവരൊന്നും അംഗീകരിക്കത്തില്ല. അവർ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളുമാണ്, പക്ഷെ അവരിതൊന്നും അംഗീകരിക്കത്തില്ല. അതാണ് ദൈവം കേഴ്സ് ചെയ്ത്. കാരണം ഈ ഒരു ഫിഗ് ട്രീയെ കേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇതുമായിട്ട് കണക്ഷനാണ്. ഏതാണെന്നറിയോ? ഞാൻ പെട്ടെന്ന് പോകുന്നു. ആലയത്തിലേക്ക് അവൻ കടന്നിട്ട്
പ്രാവിനെയും വിൽക്കുന്ന മേശകളെയൊക്കെ വലിച്ച് എടുത്ത് എറിഞ്ഞ ഒരു ചരിത്രം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? പ്രാവിനെ വിൽക്കുന്ന പൊൻവാണിപ്പക്കാരുടെ മേശകളെയൊക്കെ എടുത്ത് കളഞ്ഞൊരു ചാട്ടവാർ എടുത്ത് അടിച്ചു. ആമേൻ, ഹല്ലേലൂയ. ആ ചാട്ടവാർ എടുത്ത് അടിച്ചതും ഈ ഫിഗ് ട്രീയെ ശപിച്ചതും തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഹല്ലേലൂയ. കാരണം അവിടെ ഒരു വാക്ക് പറഞ്ഞു, എന്റെ ആലയം എന്തെന്നാ അറിയപ്പെടുന്നത്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്നറിയപ്പെടും. നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയോ. കള്ളന്മാരുടെ ഗുഹ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ പ്രകടനം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രഹസനം മാത്രമേ ഉള്ളൂ. അവരിൽ ഒരു ഫലവും ദൈവം നോക്കിയിട്ട് കാണുന്നില്ല. അതല്ല നമ്മളിൽ നിന്ന് വേണ്ടത്. കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? ഫ്രൂട്ട്. നമ്മളിൽ നിന്ന് ഹോളി സ്പിരിറ്റിന്റെ ഫ്രൂട്ട്. കീപ് ഓൺ ട്രൈങ്. അത് ഇതുവരെ നിങ്ങൾക്ക് വന്നിട്ടില്ല. ഇതിൽ ആത്മാവിൻ്റെതല്ലാത്ത ഫലങ്ങൾ നമ്മളിൽ എല്ലാവർക്കും കാണും. അസൂയ കാണും. അസൂയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല സിസ്റ്റർ, എനിക്ക് അസൂയില്ല. എന്നാൽ നിങ്ങൾ കള്ളത്തരം പറയാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അസൂയ, കുശുമ്പ്, ഇതൊക്കെ എനിക്കുണ്ട് കേട്ടോ. ചില സമയം എനിക്ക് അസൂയ കിട്ടാറുണ്ട്. എന്റെ ചേച്ചിക്ക് ഡ്രസ്സ് കിട്ടുമ്പോൾ എനിക്ക് അസൂയ വരാറുണ്ട്. സത്യമായിട്ട് എനിക്ക് അസൂയ. ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അസൂയ വന്നാലും ഞാൻ പറയും, അപ്പ തെറ്റിപ്പോയി. അസൂയ അത് ആത്മാവിന്റെ ഫലമല്ല. യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. നമ്മൾക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളിൽ ആത്മാവിൻ്റെതല്ലാത്ത ഫലം, പെട്ടെന്ന് ദേഷ്യം എന്ന് പറയുന്ന ആത്മാവിൻ്റെതല്ലാത്ത ഫലമാ. അത് വരുമ്പോ ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നതാ, നിന്നിൽ ആത്മാവിൻ്റെതല്ലാത്ത ഫലമുണ്ട്. ഗെറ്റ് റിഡ് ഓഫ്. 1 പത്രോസ് 2 പറയുന്നുണ്ട്, ടേക്ക് അവേ ഓൾ ദ ഈവിൾ തിങ്സ്, ഈവിൾ ടോക്സ്, ടേക്ക് ഇറ്റ് ഔട്ട്. നിങ്ങളിൽ നിന്ന് മാറ്റിക്കള. കർത്താവ് അത് ആഗ്രഹിക്കുന്നില്ല. കാരണം അവന്റെ വരവ് സമീപമായി. ഒരുങ്ങുവാൻ കർത്താവ് അവസരം പറയുന്നുണ്ട്. ഓരോരുത്തർ അതിൽ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. ആ ഒരു വാക്കിൽ തീർന്നില്ലേ? ഇവിടെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ഒക്കെ പറഞ്ഞിട്ട് തീർന്നില്ലേ? ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിടവരരുത്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ആന്റി. പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്തെടുക്കാം. ഇത്രയും തന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.